സൈനിക കൂട്ടായ്മയായ സോൾജിയേഴ്സ് ഓഫ് ഈസ്റ്റ് വെനീസ് രാജ്യത്തിനു വേണ്ടി വീരമൃത്യു വരിച്ച ധീര സൈനികരായ സോണിയെയും മണിയപ്പനെയും അനുസ്മരിച്ചു. ഇരുവരുടെയും ഓർമ്മദിനത്തിൽ സ്മൃതി മണ്ഡപങ്ങളിൽ പുഷ്പാർച്ചനയും പുഷ്പചക്രമർപ്പിക്കലും നടത്തി. സൈനിക കൂട്ടായ്മയായ സോൾജിയേഴ്സ് ഓഫ് ഈസ്റ്റ് വെനീസിന്റെ നേതൃത്വത്തിൽ ധീര ജവാന്മാരുടെ ഓർമ്മ ദിവസങ്ങൾ ആചരിച്ചു. 2006 ജമ്മു കാശ്മീരിലെ പുൽവാമയിൽ മാതൃരാജ്യത്തിനു വേണ്ടി വീരമൃത്യു വരിച്ച ധീര ജവാൻ സോണിയുടെ 18ാമത് ഓർമ്മ ദിവസം സോൾജിയേഴ്സ് ഓഫ് ഈസ്റ്റ് വെനീസ് പ്രസിഡന്റ് മനോജ് കരിമുളക്കലിന്റെ നേതൃത്വത്തിൽ ആചരിച്ചു. ചടങ്ങിൽ അദ്ദേഹത്തിന്റെ ഓച്ചിറ പ്രയാർ സ്ഥിതി ചെയ്യുന്ന സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി പുഷ്പചക്രം അർപ്പിച്ചു. സഹോദരിയെ പൊന്നാട അണിയിച്ച് ആദരിക്കുകയും ചെയ്തു. പവിത്രൻ വാത്തികുളം, മുരളീധരൻ വള്ളികുന്നം, മുരളീധരൻ പിള്ള കറ്റാനം, മോഹൻകുമാർ കറ്റാനം, റിൻസി പ്രയാർ തുടങ്ങിയവർ പങ്കെടുത്തു. 2005 നവംബർ 25 അഫ്ഗാൻ തീവ്രവാദികളോട് ഏറ്റുമുട്ടി വീരമൃത്യു വരിച്ച ധീരജവാൻ മണിയപ്പന്റെ 19ാമത് ഓർമ്മ ദിവസവും ആചരിച്ചു. 2005 നമ്മുടെ രാജ്യത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ധീര ജവാനായ മണിയപ്പൻ സാറിന്റെ ഓർമ്മ ദിവസമാണിന്ന്. 2005 നവംബറിൽ അദ്ദേഹത്തെ താലിബാൻ തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോവുകയും 25 നവംബർ 2005 അദ്ദേഹം വീരമൃത്യു വരികയും ചെയ്യുകയുണ്ടായി. നമുക്കറിയാം, നമ്മുടെ സേന എന്ന് പറഞ്ഞാൽ ഭാരതത്തെ മാത്രമല്ല മറ്റ് രാഷ്ട്രങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അവിടെയും പോയി നമുക്ക് സേവനം നൽകുന്നതാണ്. അങ്ങനെ ഒരു UN മിഷന്റെ ഭാഗമായി ഗ്രഫിന്റെ ജവാനായിരുന്ന മണിയപ്പൻ സാറിന് അഫ്ഗാനിസ്ഥാനിൽ പോകേണ്ടി വരികയും അവിടെ തന്റെ കൃത്യനിർവഹണത്തിനിടയിൽ ജീവൻ ബലിയർപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട്. बोलो भारत माता की जय, बोलो भारत माता की जय, बोलो भारत माता की जय, वंदे मातरम, वंदे मातरम, वंदे मातरम। वीर जवान अमर रहे, वीर जवान अमर रहे, वीर जवान अमर रहे। ചിങ്കോലിൽ സ്ഥിതി ചെയ്യുന്ന മണിയപ്പന്റെ സ്മൃതി മണ്ഡപത്തിൽ സോൾജിയേഴ്സ് ഓഫ് ഈസ്റ്റ് വെനീസ് സെക്രട്ടറി അനിൽകുമാർ നങ്ങ്യാറുകുളങ്ങരയുടെ നേതൃത്വത്തിൽ വിവിധ ചടങ്ങുകൾ നടന്നു. പുഷ്പാർച്ചന, പുഷ്പചക്രമർപ്പിക്കൽ എന്നിവയായിരുന്നു പ്രധാന ചടങ്ങുകൾ. സംഘടനാ അംഗങ്ങളായ സതീഷ് ചെറുതന, ഗോപകുമാർ കരുവാറ്റ, രമണൻ മംഗലം, ഷംസുദ്ദീൻ ചിങ്കോലി, രാകേഷ് കരുവാറ്റ, ജോർജ് ചെറുതന, വിനയചന്ദ്രൻ പിള്ള കരുവാറ്റ, ഹരികൃഷ്ണൻ ചെറുതന, സന്തോഷ് ചെറുതന, കേശവ പ്രസാദ് ചെന്നിത്തല തുടങ്ങിയവരും മണിയപ്പന്റെ ബന്ധുക്കളും നാട്ടുകാരും പങ്കെടുത്തു. CDNet ന്യൂസ് കായംകുളം.